പൊളിക്കാതെ കെയർ ഹോം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കെയർ ഹോം വിവിധ പ്രശ്നങ്ങളാൽ നാശത്തിന്റെ വക്കിൽ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലാണ് വീടുകൾ ചോർന്നൊലിച്ചും കെയർ ഹോമിലേക്കുള്ള റോഡിൽ രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെയും മറ്റും നിരവധിയായ വിഷയങ്ങളിൽ ഈ കെയർ ഹോം നിവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവന രഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 2021 ഡിസംബർ 6 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ജനങ്ങൾക്ക് തുറന്നു നൽകിയ കെട്ടിട സമുച്ചയമാണിന്ന് 4 വർഷങ്ങൾക്കിപ്പുറം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. 10 ബ്ലോക്കുകളിൽ 40 വീടുകളാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ഇവരുടെ ജീവിതം ഇപ്പോൾ ദുരിതപൂർണമാണ്. വീടിനകത്ത് ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഇവർ ഇപ്പോൾ കടന്നു പോകുന്നത്. കുടിവെള്ളം സംബന്ധിച്ച താരിഫ് വിഷയവും ഇവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കെയർ ഹോം 40 വീടിന്റെ ഉദ്ഘാടനം 2021 ഡിസംബർ 6 നിർവഹിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. എൻ്റെ താക്കോൽദാന കർമ്മങ്ങൾ ചെയ്തു. 40 വീട്ടുകാർ താക്കോൽ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതില് ഇപ്പൊ നിലവിലെ 10 വീട്ടുകാർ താമസമില്ല. അപൂർവം ചിലവര് വന്നിട്ട് പോവുക, ഒരു വിസിറ്റേഴ്സ് പറഞ്ഞ പോലെ വന്ന് പോവാന്നല്ലാതെ കണ്ട് മറ്റുള്ള കാര്യങ്ങളില്ല. അപ്പൊ 30 പേരെ അവിടെ ശരിക്കുള്ളൂ, താമസക്കാരുള്ളൂ. അപ്പൊ ഇത് എത്രയോ പാവങ്ങള് നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിലും വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഇവര് യഥാർത്ഥ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ള കൊടുക്കാനുള്ള സംവിധാനം ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ചെയ്യേണ്ടതാണ്. നിരവധി പരാതികൾ നമ്മൾ കൊടുത്തിട്ടും വന്ന് അന്വേഷിക്കാൻ പോലും ആരും തയ്യാറായില്ല. 2022 സെപ്റ്റംബർ 18 നിർമ്മിതി കേന്ദ്രവും സഹകരണ വകുപ്പും അവരുടെ എല്ലാ ഡോക്യുമെന്റ്സും പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അധികാരികൾക്കും കൈമാറിയിട്ടുള്ളതാണ്. ഇപ്പൊ പഞ്ചായത്ത് പറയുന്നത് അവർക്ക് അതിന്റെ മുഴുവൻ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്, പല പരാതി കൊടുക്കുമ്പോഴും. അപ്പൊ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശം ആർക്കാണുള്ളത്? കളക്ടർക്കാണോ, തഹസിൽദാർക്കാണോ, അതോ പഞ്ചായത്ത് സെക്രട്ടറിക്കാണോ? ഇതറിയണ്ടേ? അവിടുത്തെ ഇവിടുത്തെ ഈ ഫ്ലാറ്റിന് 4 പുറമുള്ള ഫൗണ്ടേഷന്റെ സൈഡ് മുഴുവനും പൊത്തും ഓട്ടയായിരിക്കുക. കാരണം ഒരു പടവൻ പറ്റിയത് ശരിയായിട്ടില്ല. മണ്ണ് കഴിഞ്ഞ് പോയിട്ട് കുട്ടികൾ കഴിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ കാലിനുള്ളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ആരെ സമാനം പറയാം? ഒരു അപകടം വരുന്നതിന് മുമ്പ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. ഒരു അപകടം പറ്റിയാൽ പിന്നെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് മുമ്പല്ലേ നോക്കേണ്ടത്. അതുപോലെ തന്നെ കല്ലേപ്പാട് മുതല് കുന്നപ്പള്ളി കെയർ ഹോം വരെ രാത്രി കാലങ്ങളിൽ പണി മാറ്റി വരുന്നവർക്ക് പന്നിയുടെ ശല്യം, നായ്ക്കളുടെ ശല്യമുണ്ട്. അതിനൊരു വഴിവിളക്ക് എത്തിക്കാൻ പോലും പഞ്ചായത്ത് കയറിയില്ല. അതും പരാതി കൊടുത്തുള്ളതാണ്. അവർ ഇവരെ കോമായിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, വെള്ളം അടിക്കുന്നത്. അപ്പൊ അതിന്റെ താരിഫ് മാറ്റണം. സെക്രട്ടറി പേർക്കാണ് ഇതിന്റെ മോട്ടറിന്റെ ബില്ല് വരുന്നത്. ആ ബില്ല് മാറ്റണമെങ്കിൽ കുടിവെള്ള പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണം. അതിന് ഈ കണക്ഷൻ മാറ്റി വേറെ മീറ്റർ സ്ഥാപിക്കുക വേണ്ടത്. അതിന് പഞ്ചായത്ത് തയ്യാറാവില്ല. അതും പരാതി കൊടുത്തുള്ളതാണ്. MP രാജേഷിനും പ്രദീപിനും അടക്കം നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ഇന്ന് അവരെ അന്വേഷിക്കാനോ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. പിന്നെ 4 പുറമുള്ള കാനകൾ നിർമ്മിക്കാൻ വെള്ളക്കെട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് കാണുന്നത്. 4 പുറം അതിൽ വേസ്റ്റ് ഹൗസ് വെച്ചിട്ടില്ല. അത്രയും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഫ്ളാറ്റില് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. 20 കുടുംബങ്ങൾ വസിച്ചിരുന്ന വീടുകളിൽ ഇപ്പോൾ 30 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. 10 വീടുകൾ അടഞ്ഞുകിടക്കുകയാണ്. കെയർ ഹോം നിവാസികളായ ഷാജൻ നിലവിലെ സ്ഥിതികളെ കുറിച്ച് വിവരിക്കുന്നു. അതായത് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അത് 3 വർഷമായി. അതിനിടയ്ക്ക് പിന്നെ പഞ്ചായത്തിന് അവിടുന്ന് ആൾക്കാരും വന്നിട്ടില്ല. പിന്നെ ഇതുവരെ പിന്നെ ഇവിടെ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈന്, പിന്നെ സൈഡ് വെള്ളം പോകാനുള്ള ഇത്, അങ്ങനെയൊക്കെ. പിന്നെ ഇതുണ്ട്, എന്താ ഇലക്ട്രിസിറ്റീൻ്റെ ഇത് മാറ്റാൻ, പിന്നെ ഇത് സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ, അങ്ങനെ കുറേ ഒരാളും തിരിഞ്ഞു നോക്കില്ല ഇപ്പോൾ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കുറേയൊക്കെ വിണ്ട് കയറിയിട്ടുണ്ട്, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ന് ബലക്ഷയം വന്ന് തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നത്. അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തും നാശമായിരിക്കുകയാണ്. കെയർ ഹോമിന്റെ തൊട്ടുമുന്നിലുള്ള KSEBയുടെ ട്രാൻസ്ഫോമർ കാട് കയറി നിൽക്കുകയാണ്. തന്മൂലം കെയർ ഹോമിലേക്കുള്ള ഏവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഇഴജന്തുക്കളുടെ ആക്രമണം ഭയന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത വിധമുള്ള ചുറ്റുപാടിലുമാണ്. ഗ്രാമപഞ്ചായത്തിലോ മറ്റോ ബന്ധപ്പെട്ട അധികാരികൾക്കോ തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് നിരന്തരമായി അറിയിക്കുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാറും ആരോപിച്ചത്. കെയർ ഹോമിൽ ഉള്ളവർ നേരിടുന്ന വിവിധ വിഷമതകൾ അദ്ദേഹം വിശദമാക്കി.
ആളില്ലാത്ത വീടുകളിൽ നിന്നും മീറ്ററുകളും KSEB ഊരി മാറ്റിയിട്ടുണ്ട്. വീടുകളുടെ മുറ്റവും മറ്റും നിർമ്മാണ സമയത്ത് തന്നെ ശാസ്ത്രീയമായി നിരപ്പാക്കാത്തതിനാൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതും ഇവിടെയുള്ളവർക്ക് സുരക്ഷാ ഭീഷണിയായി നിലനിൽക്കുന്നതായി ഏവരും പറഞ്ഞു. കെയർ ഹോമിലെ തന്നെ ഉണ്ണികൃഷ്ണനും കൂടാതെ ഇവിടെയുള്ള മറ്റു വനിതകളും ദുരിത ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധിയിലായ ഹോം കെയറിലെ നിവാസികൾക്ക് ഇനിയെങ്കിലും നീതി ഉറപ്പാക്കി ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന.